പോസസീവ്നെസ് ഒക്കെ ബന്ധങ്ങളിൽ ഒരു പരിധി വരെ എൻജോയ് ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ പോസസീവ്നെസ്സിന്റെയൊക്കെ പരിധി കടന്നുപോയാൽ അത് റിലേഷൻഷിപ്പ് ആങ്സൈറ്റി എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തിക്കും. ഇത് സർവ്വസാധാരണമായി കണ്ടുവരുന്നുണ്ട്. കാരണം യഥാർത്ഥ സംഭവങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു ആശയവിനിമയം നടക്കാതിരിക്കുകയോ എവിഡൻസ് കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആവർത്തിച്ച് അതിനെക്കുറിച്ച് തന്നെ ചോദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത്തരത്തിലൊക്കെയാണ് റിലേഷൻഷിപ്പ് ആങ്സൈറ്റിയുടെ പാറ്റേൺ നിൽക്കുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, എപ്പോഴും തൻ്റെ പങ്കാളി തന്നെ ഉപേക്ഷിച്ച് പോകുമെന്നുള്ള ഫിയർ ഓഫ് അബാൻഡൻമെന്റ് അല്ലെങ്കിൽ ഫിയർ ഓഫ് ബീങ് റിജക്റ്റഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. തങ്ങളുടെ വേർത്തിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുകയില്ല. നേരെ മറിച്ച് ട്രസ്റ്റ് ഇഷ്യൂസിൻ്റെയൊക്കെ വലിയ വലിയ പാറ്റേൺ ആയിരിക്കും കാണുന്നത്. കമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഈ വ്യക്തിക്ക് ഓക്കെ ആണോ, ഞാൻ എത്രമാത്രം ഓക്കെ ആയിരിക്കും ഈ ബന്ധത്തിൽ, ഈ ബന്ധം എനിക്ക് ഓക്കെ ആണോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ആശയക്കുഴപ്പങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അതോടൊപ്പം ആർഗ്യുമെന്റോ അല്ലെങ്കിൽ ഒരു ഹാർഡ് കോൺവെർസേഷനോ ഉണ്ടായാൽ അതിൻ്റെ മേലെ തന്നെ ഓവർ തിങ്ക് ചെയ്തും ഓവർ അനലൈസ് ചെയ്തും ഒക്കെ ഇരിക്കും. റിലേഷൻഷിപ്പ് ആങ്സൈറ്റി ഉള്ളവർക്ക് പ്രൊഡക്റ്റീവ് ആകാൻ സാധിക്കില്ല. എന്തുമേതും ഈ റിലേഷൻഷിപ്പിന് വേണ്ടി മാത്രമേ അവർ ചെയ്യൂ. അവരുടെ വില്ലിങ്നെസ്സും എഫേർട്ടും ഫോക്കസും എല്ലാം ഈ റിലേഷൻഷിപ്പിനെ ചുറ്റിപ്പറ്റി മാത്രമായിട്ട് ഒതുങ്ങിപ്പോകും. അതത്ര നന്നായിട്ടുള്ള ഒരു പാറ്റേൺ അല്ല. റിലേഷൻഷിപ്പ് ആങ്സൈറ്റി നമ്മൾ ഒരു വിധമൊക്കെ കൺട്രോൾ ചെയ്ത് തന്നെ വേണം മുന്നോട്ട് പോകാൻ. CBT പോലുള്ള തെറാപ്പിയൊക്കെ അതിന് യൂസ്ഫുൾ